മലപ്പുറം എടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കുത്തേറ്റ് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പായമ്പാടം സ്വദേശികളായ കാസിം കുറുകത്തോട്ടത്തിൽ, സഹോദരനായ കുഞ്ഞാലി കുറുകത്തോട്ടത്തിൽ, മുത്തേടം കാരപ്പുറം മങ്ങാട്ടുപീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. എടക്കര ഉതിരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ രാവിലെ 8:30ഓടെയാണ് തേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. ആദ്യം അബ്ബാസിനെയാണ് കുത്തേറ്റത്. ഇത് തങ്ങളോട് പറയുന്നതിനിടയിലാണ് തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാലി പറഞ്ഞു. ഒരു 8:30 മണിക്ക് പണിക്ക് എത്തുന്ന സമയത്താണ് എൻ്റെ കൂടെയുള്ള ഈച്ചങ്ങനെ ഓടിച്ചിട്ട് കുത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 ആൾ കുത്തി. അപ്പോൾ കുറച്ച് രണ്ടാൾക്ക് അതിൻ്റെ കുറച്ച് സീരിയസ് ആയി. നമ്മളൊരു കുറച്ച് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവിടുന്ന് തന്നെ പോകുന്നതാണ്. പിന്നെ എന്തെങ്കിലും നോക്കിയിട്ട് കൂടി വർത്തമാനം സീരിയസോട് പറയാറിയില്ല കാര്യങ്ങളൊന്നും. എങ്ങനെ രക്ഷപ്പെട്ടാണെന്ന് തൽക്കാലം ഒന്ന് ഓടി രക്ഷപ്പെട്ട് തന്നെയാണ്. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ മയങ്ങിയത്. കാരണം ഈച്ച കുത്തിയിട്ട് കൈ കെട്ട് വീണപ്പോൾ ഇവനെ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്ത് വണ്ടിയിട്ട് ഒരു കാറുണ്ടായിരുന്നു. അവർ എടുത്താണ്ട് പിന്നെ ഗ്രേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തൽക്കാലം അവിടെ തന്നെ ശുശ്രൂഷ നടത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. തേനീച്ചകൾ പിന്നാലെ കൂടിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ മുഖത്തും ശരീരമാസകലം കുത്തേറ്റു. അബ്ബാസ് സ്ഥലത്ത് മയങ്ങി വീണ് സമീപത്തുണ്ടായിരുന്ന കാർ യാത്രക്കാരൻ ഇവരെ ആദ്യം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരുന്ത് തേനീച്ചക്കൂട് ഇളക്കിയതാകാമെന്നാണ് ഇവർ പറയുന്നത്. മലബാർ ടൈംസ്, മലപ്പുറം.